ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാധനം പണ്ട് നമ്മള് PWDയിൽ ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചൊരന്ന്. ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പടച്ചോനെ നിങ്ങള് കാത്തോളീന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പത്തന്നെ പൊരിഞ്ഞു വീണ്. പക്ഷെ എന്താ, ഇഞ്ചിന് അപ്പം അവിടെ നിന്ന്. ഭയങ്കരം തന്നെ. അപ്പ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്. നീ സുലൈമാനല്ല ഹനുമാനാണ്. കണ്ടാലും തോന്നും. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ടട്ടാ. ആള് ഒരു മര്യാദയല്ലേ ഗോപി? ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? ഇപ്പോഴാ കിട്ടിയത്. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല, മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. ആ കീ എടുക്ക്, ആ സ്വിച്ച് എടുക്ക്. ഇപ്പൊ ശരിയായി സാർ. ആ ഡീസൽ കൊണ്ട് എടുക്കി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായി തരാ. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. ആ വീടിന് കൈ അങ്ങോട്ട് മാറി നിൽക്കണോ? സ്റ്റാർട്ടായി പോയല്ലോ. പറഞ്ഞ മനസ്സിലാവൂലേ? എന്താണ് ശരിയാവും. നിനക്ക് വല്ലതും പറ്റിയ? ഒന്ന് പോറി. മെതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. താമരശ്ശേരി ചുരം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണി നടക്കട്ടെ. അത് തുറക്കടോ. ഓഹോ, ഇതാണോ കാര്യം? അയ്യോ അല്ല, ഒന്നുമില്ല. ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. അയ്യോ, ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ? എന്ന് വെച്ചാൽ ഈ കേടായ സാധനങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുവോ? ഗിയർ ബോക്സ് അഴിക്കാൻ വർക്ക്ഷോപ്പ് നാളെ കൊണ്ടുവരും. ആളുമെടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ കുണു എന്ന് പറയുന്നത്? പെറ്റുമാരെ കൊണ്ടുവരും. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കുക. ഇനി വേറെ വല്ലതും വേണോ? 2 ചായ 2 പരിപ്പടിയും കൂടി പൊടിച്ചോളി. എന്താണ് നോക്കിക്കളി? ഇതൊന്ന് പൂട്ടിയാടാ. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്? കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും. എത്രാന്ന് തീരുമാനിച്ചറിയിച്ചാ മതി, കൊടുത്തയച്ചേക്കാം. ഇത് ഇപ്പൊ കൊണ്ടുപോകും. ദിവസം ചുരുങ്ങിയത് 500 രൂപ വാടക കണക്കാക്കും. എന്താ കുറച്ച് കളഞ്ഞ് 10,000 വെച്ച് തന്നേക്കാം. വാടക തന്നില്ലെങ്കിൽ റോഡ് റോളർ തിരിച്ച് ഞങ്ങൾ ജപ്തി ചെയ്യും. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം.
താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തന്നെ 2000 ഉറുപ്പിയും കൂടി തന്നേക്ക്, നമ്മളെ കൂടി വിട്ടേക്ക്. 2000 രൂപ? എന്ത് പിണ്ണാക്കനാ 2000 രൂപ? പിണ്ണാക്കനല്ല, ഇതെല്ലാം അയച്ചിട്ടില്ലേ? ആര് വാങ്ങി കഴിക്കാൻ? അള്ളാനെ, ഇതെല്ലാം കൂടി നമ്മളെ കുറ്റായോ? അല്ലടാ എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും വേഗം ഇവനെ കോമ്പൗണ്ടിന് വെളിയിൽ എത്തിക്കണം. അതിന് ഈ പ്രാർത്ഥന സ്റ്റാർട്ടാക്കി തരണ്ടേ? ഇടത്തോട്ടോ അയ്യോ കൂടെ ഇറങ്ങിയിട്ട് എന്താണോ ഇത്? ആന അല്ലെങ്കിൽ പോത്തോ? ഒന്ന് കഴിക്കാൻ പറയണം. ഒന്ന് മാറിക്കണം. എന്തൊരു ശല്യമാണ്. പറഞ്ഞാൽ മനസ്സിലായി. കയറൊന്നുമില്ല. അതിന്റെ സൈക്കിൾ നിങ്ങൾ കൊടുക്കണ്ട. ആ പിള്ളേരടുത്തൊന്ന് മാറിയിക്കാൻ പറഞ്ഞു. നിങ്ങളത്തൊക്കെ പറഞ്ഞു പറഞ്ഞ ഒരു ഇത്തിരിയും കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലേ ഈ വീടും കൂടി അങ്ങോട്ട് പൊളിഞ്ഞേനെ. എനിക്ക് എന്ത് രസമുണ്ടായിരുന്നു.